അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ ഞാൻ നന്നായിട്ട് സർവത്തട കുടിക്കുന്നത്. വേറെ ഒന്നല്ല, ഇന്നലെ ഏട്ടൻ മേടിച്ചു കൊടുത്ത് എൻ്റെ പൂതിക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ചായ വെക്കാൻ നിന്നില്ല. കൂടെ ദോശയും മീൻകറി ഏട്ടൻ ഇന്നലത്തെ മീൻകറി തന്നെയാണ്. പിന്നെ ഒരു ബുൾസയും ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല നിലയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കാത്തുമ്മയ്ക്കും വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം രാവിലത്തെ ഫുഡ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചു. കാത്തുമ്മയ്ക്ക് കുറച്ച് ചോറ് എടുത്താണ്. അപ്പോൾ അവൾ ബാക്കി വെച്ചത് ഞാൻ ഇരുന്ന് കഴിച്ചു. ചീരപ്പേരി ആട്ടാ. അപ്പം അതുകൊണ്ട് കുറച്ച് ചോറ് മാത്രം കഴിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്നപ്പോൾ കായ വറുത്ത് കാത്തുമ്മ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും 4 പീസ് എടുത്തിട്ട് കഴിച്ചു. 4 പീസിനെ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീടെത്തിയ വൈകുന്നേരം ആയപ്പോൾ കോൾഡ് കോഫിയും മാഗി ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾ അത്യാവശ്യം അധികം കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് ചോറല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലെന്ന്. ഞങ്ങളൊരു 5-6 മാസം മുന്നെയാണ് മാഗി കഴിച്ചത്. പിന്നെ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. രാത്രി പിന്നെ എന്നെ ചോറ് കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ പൊറോട്ടയും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിരുന്ന് കഴിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.